തന്നെ അനലൈസ് ചെയ്യാൻ വേണ്ടി ഡ്രൈവിങ്ങിൻ്റെ ഇടയിലുള്ള എന്നെ തന്നെ അനലൈസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഡ്രൈവിങ്ങിൻ്റെ ഇടയിലായതുകൊണ്ട് എനിക്ക് പ്രോപ്പർലി പൊസിഷൻ ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് എ പ്രീ പ്ലാൻഡ്. കാരണം ഞാൻ എൻ്റെ കെട്ടിയ വണ്ടി ഓടിക്കുമ്പോഴേ ചിന്തിക്കും, അതിന് കുറച്ചും കൂടെ മര്യാദയ്ക്ക് ഓടിച്ചുകൂടെ. മര്യാദയ്ക്കെന്ന് വെച്ചാൽ ഈ പുള്ളി റോഡിലിറങ്ങിയ കാണുന്നവരെ ആസ് ഇഫ് ഹിസ് ഓൺ റോഡ് എന്നുള്ള രീതിക്കാണ്. അപ്പം പിന്നെ ഇങ്ങനെ കാറ് പഠിപ്പിച്ചിടാ, ഇങ്ങനെ കാറുടെ ലൈസൻസ് തന്നത് ഇതിൻ്റെയൊക്കെ സ്വന്തം വീട്ടിലെ റോഡാണോ, അങ്ങനെ കുറേ ഡയലോഗ്സ് കേൾക്കാം കേട്ടോ. ചിലപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ദേഷ്യം വരും. ഇങ്ങനത്തെ ഒരു പേഷ്യൻസ് ഇല്ലാത്തൊരു മനുഷ്യൻ എന്നൊക്കെ നമ്മളിങ്ങനെ ദേഷ്യം വരും. അപ്പം ആ സമയത്ത് എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല, റോഡ്സിലെ റൂൾസ് അറിയത്തില്ല, എന്താണെന്നുള്ളത് ഏക്കും പൂക്കും അറിയത്തില്ല എന്ന് പറയുന്നത് പോലെ നമ്മൾ കയറിയിരിക്കുന്നു, രായാവിനെ പോലെ പോകുന്നു വരുന്നു, അത്രേ ഉള്ളൂ. അപ്പം ഡ്രൈവിംഗ് പഠിച്ച് പിന്നെ വണ്ടി എടുത്ത ശേഷമാണ് നമ്മൾ ആ റിയാലിറ്റി മനസ്സിലാവുന്നത്. നമുക്ക് എത്ര ക്ഷമയുണ്ടെങ്കിലും ഉണ്ടല്ലോ, എത്ര ക്ഷമയുള്ള മനുഷ്യരാണെങ്കിലും റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ചില കാട്ടായങ്ങൾ കണ്ടു കഴിഞ്ഞാണല്ലോ നമുക്ക് നല്ല തെറി വരും. ഈവൻ ദോ ചിലപ്പോൾ നമ്മുടെ മിസ്റ്റേക്ക് ആയിരിക്കാം, മേ ബി, ഐ ഡോണ്ട് നോ ആക്ച്വലി. എന്തായാലും നമുക്കൊന്ന് ഉദ്ദേശിക്കും അമ്പടാ എന്നുള്ള രീതിക്ക്. എനിക്കറിയത്തില്ല ഇത് എൻ്റെ മാത്രം പ്രശ്നമാണെന്ന്. കണ്ണാടി വെച്ചാലുള്ള പ്രശ്നം അതിലും വലിയ കോമഡി. വലിയ സ്റ്റൈലിന് കണ്ണാടിയൊക്കെ വെക്കും വെയിലൊക്കെ ആണെങ്കിൽ. പക്ഷെ എനിക്ക് അങ്ങോട്ട് കംഫർട്ടബിൾ അല്ല കണ്ണാടി വെച്ച് ഡ്രൈവ് ചെയ്യാൻ. ഹലോ, അപ്പൊ ഞാൻ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഓർക്കും ഒരു വീഡിയോ എടുക്കണം, അറിയാതൊരു വീഡിയോ എടുക്കണം എൻ്റെ ഈ ആക്ടിവിറ്റീസ്. ഐ മീൻ ഡ്രൈവ് ചെയ്യുമ്പോൾ എൻ്റെ ആക്ഷൻസ്, ദ വേ ഐ എം എക്സ്പ്രസിങ് ആൻഡ് ഓൾ. പക്ഷെ ഞാൻ എപ്പോഴും തനിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം തനി അല്ലെങ്കിൽ പിന്നെ കുഞ്ഞും മമ്മിയൊക്കെ കൂടെ കാണാം. അപ്പം അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യം അല്ല. അപ്പം കാൻഡിഡ് വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല. അപ്പം പർപ്പസ്ഫുള്ളി ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ട് വെക്കുവാണ് അല്ലേ. എന്താ അല്ലേ കാലം പോയ പോക്ക്. എനിവേ, ഞാൻ പറഞ്ഞത് ഇതൊക്കെയാണ്. എനിക്കിഷ്ടം റോഡിലൊന്നും വണ്ടിയില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതാണ്. നടക്കുന്ന ആഗ്രഹങ്ങളൊക്കെയാണോ അത്? ഐ ഡോണ്ട് തിങ്ക് സോ. ഇപ്പൊ തന്നെ ഇത് ഞാൻ ഈ ഡാഷ്ബോർഡിലെ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പുറത്തുള്ളവർക്കൊക്കെ കണ്ടാൽ ചിലപ്പം കാണാതിരിക്കും. കാരണം ഇപ്പുറത്തെ എൻ്റെ സൈഡിലൊരു വലിയ ബസ് കിടപ്പുണ്ട്, കർവയുടെ. യെസ്, സ്കൂൾ ബസ്സാണ്. അതായത് പിന്നെ പിള്ളേരായിരിക്കും പ്രശ്നമല്ല, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനാണ്. അല്ലെന്നുണ്ടെങ്കിൽ അവരൊക്കെ വിചാരിക്കും എനിക്ക് ഭ്രാന്താണ്. അപ്പം ഇന്നത്തെ കാലത്ത് ഇതൊന്നും വലിയ മാറ്ററല്ല, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ. അയ്യോ, പറഞ്ഞിരുന്നാൽ ചിലപ്പം പച്ച എത്തുന്നത് അറിയത്തില്ല, ചോമ്പ് എത്തുന്നത് അറിയത്തില്ല, ചിലപ്പം മൈനം കഴിക്കും. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ പോയാലേ. അപ്പം ഞാൻ കുറച്ച് നേരത്തേക്ക് വർത്താനൊക്കെ നിർത്തുവാണ്. പക്ഷെ എന്നാലും എനിക്ക് കോൺഷ്യസ് ആയതുകൊണ്ട്, ഞാൻ ഈ വീഡിയോ എടുക്കുന്നുള്ളൊരു കോൺഷ്യസ് ആയതുകൊണ്ട് ഞാൻ ചിലപ്പോൾ മര്യാദയ്ക്കൊക്കെ ബിഹേവ് ചെയ്യും. എൻ്റെ യൂഷ്വൽ ബിഹേവിയർ ആയിരിക്കത്തില്ല. അല്ലെങ്കിൽ ഒരു ഹിഡൻ ക്യാമറ വെക്കണം. അയ്യോ, അങ്ങനെ കാണാൻ പറ്റാ, തീർന്നു. വേണ്ട ഐ എം ഗോയിങ് ഫോർ എ മീറ്റിംഗ്. ഇന്നൊരു ഓഫാണ്, ഇമാജിൻ. ഇന്നൊരു വീക്ക് ഓഫാണ്, പക്ഷേ നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്. അറ്റൻഡ് ചെയ്യുകയേ പറ്റത്തുള്ളൂ, ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. മാൻഡേറ്ററി ആണ്. ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് യൂണിറ്റ് ബേസ് മീറ്റിംഗ് ആണ്. അയ്യോ, എന്തൊരു ട്രാഫിക്കാണ്. ഇതൊക്കെയാണ് നമ്മുടെ പ്രോബ്ലംസ്. കാരണം നമ്മൾ വലിയ എക്സ്പേർട്സ് അല്ല. നമ്മൾ ഇൻഡിക്കേറ്റർ കാണിച്ചിട്ടാൽ ആരും നിർത്തിയും തരത്തില്ല. പ്ലീസ് സാർ, പ്ലീസ് സാർ. കണ്ടോ, ഇവനെയൊക്കെ എനിക്ക് പ്രദർശൂനന്മാരെന്നൊക്കെ വിളിക്കണം എന്നുണ്ട്. പക്ഷേ ഒന്ന് കുറച്ചിട്ടാൽ ഞാനൊന്നും ഇറങ്ങത്തില്ലേ, പ്ലീസ്. ഞാൻ ഇറങ്ങി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് നിൽക്കുന്നവ ഞാൻ ഇടിച്ചു കയറാൻ നോക്കും. കേട്ടോ, ഇതൊക്കെയാണ് ഈ സമയങ്ങളിലാണ് നമ്മളിങ്ങനെ എന്താണ് പറയുന്നത്, കൊടുങ്ങല്ലൂരിലെ ഭാഷകൾ
മിതമായ രീതിയിലോട്ടോ, ഹൈ ലെവലിലല്ല, ചെന്നിച്ചേറ്റ എന്നൊക്കെ പറയുന്നത്. സിൻസ് ഒരു ബിസി റോഡായതുകൊണ്ട് നമുക്കിതൊക്കെ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ഫീലിങ്സുകളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറയാൻ വന്നത്, നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പം ഞാൻ അന്ന് പറയായിരുന്നു ഇൻസാനോട്, അതായത് എൻ്റെ കെട്ടിനോട് ഞാൻ പറയായിരുന്നു, വി ഷുഡ് നോട്ട് ജഡ്ജ് ദ പീപ്പിൾ. ചിലപ്പോൾ അവർ ഫസ്റ്റ് ടൈം ഓടിക്കുന്നവരായിരിക്കാം എന്നെ പോലെ, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ എന്തെങ്കിലും ഫ്രസ്ട്രേഷനിൽ പോകുന്നവരായിരിക്കും, ചിലപ്പോൾ അവരൊരു എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് കേട്ടിട്ട് പോകുന്നവരായിരിക്കും. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു ഇങ്ങനെ തർക്കിക്കുമായിരുന്നു. ആ പുള്ളി ചോദിക്കുമായിരുന്നു, ഞാൻ റോഡിൽ ഇറങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഉള്ളവർ ഇതൊക്കെ. പക്ഷെ സത്യം പറഞ്ഞാൽ ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷം ഡ്രൈവിംഗ് എന്താണെന്ന് മനസ്സിലായത്. റോഡിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമുക്ക് കുറച്ചൊക്കെ ഒരു ഐഡിയ, ഒന്നും എനിക്കറിയില്ല, എന്നാലും ഐഡിയ കുറച്ചൊക്കെ അറിഞ്ഞതിന് ശേഷം നമ്മൾ പുള്ളിയുടെ കൂടെ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് ശരിയാണല്ലോ ഈ പുള്ളി തെറി പറഞ്ഞില്ലെങ്കിലും അതിശയം. പിന്നെ നമുക്കൊരു പ്രശ്നമുണ്ട്, നമ്മൾ ഇത് ചെയ്യും, അവരെ ലീഡ് ചെയ്യും. അതായത് അങ്ങനെയല്ലല്ലോ, ഇങ്ങനെ എടുത്തായിരുന്നെങ്കിൽ അങ്ങനെ ആവാമായിരുന്നില്ല, അങ്ങനെ എടുത്തായിരുന്നെങ്കിൽ ഇങ്ങനെ ആവാം. അയ്യോ, അത് കേൾക്കുമ്പോ ഉണ്ടല്ലോ ഇവർക്ക് ഇങ്ങോട്ട് ദേഷ്യമാണ് സത്യം. പ്രത്യേകിച്ച് ഇവരൊക്കെ വമ്പന്മാരാ ഈ ഡ്രൈവിങ്ങിന്റെ, എന്താ പറയാ, ജനിച്ചപ്പോഴേ അങ്ങ് ഡ്രൈവിംഗ് സീരിയലിലോട്ടാ ജനിച്ചെന്നുള്ള ആക്ടിങ് ആണ് ഇവര്. ഇവർക്ക് മാത്രമേ ഡ്രൈവിംഗ് റൂൾസ് അറിയത്തുള്ളൂ എന്നാണ് ഇവരുടെയൊക്കെ ചിന്ത. അപ്പൊ ഞാൻ ഓർക്കുമായിരുന്നു, ഞാൻ ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷം പുള്ളി സൈഡിലെങ്ങാണ്ട് ഇരുന്ന് എന്തെങ്കിലും കമന്റ് പറഞ്ഞാൽ എനിക്കും അതേ ഫീലാണ്. ഓ, നീ ആരോടാ എൻ്റെ അടുത്ത് പറയാം, എനിക്കറിയാം എന്നുള്ള രീതിക്കാ. എന്താ അല്ലേ, നമ്മൾ ഭയങ്കര സെൽഫിഷാണ്. നമ്മളുടെ കാര്യങ്ങൾ മാത്രം, നമ്മളുടെ ചിന്താഗതികൾ മാത്രം, അതൊക്കെ മാറണം. എല്ലാവർക്കും അത് മാറ്റാനും പറ്റത്തില്ല. ചില സാഹചര്യങ്ങൾ നമ്മളത് മാറ്റേണ്ടി വരും. പക്ഷെ അങ്ങനെയൊക്കെ മാറ്റാൻ പറ്റുന്നവർക്ക് ഭയങ്കര ദേ ആർ ഗുഡ് ആക്ച്വലി. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന രീതികൾ ശരിയല്ല എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അത് മാറ്റാൻ ശ്രമിക്കുന്നത് ഇറ്റ്സ് ഗുഡ് തിങ്. അപ്പം ഐ ആം അബൌട്ട് ടു റീച്ച് 2 സിഗ്നൽ ഡ്യൂട്ടേ, അത് കഴിഞ്ഞാൽ ഞാൻ റീച്ച് ആവും. എനിക്ക് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നു 12 o'clock. എന്ത് പഞ്ച്വലല്ലേ നമ്മൾ, എത്ര മണിയായി? 12 o'clock അവൻസ് മാറ്റർ ഓഫ് 5 minutes. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. ഞാൻ എന്തിനാ വീഡിയോ എടുത്തെന്നോ ഇതെവിടെ പോസ്റ്റ് ചെയ്യണമെന്നോ ഒന്നും എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ ബൈ, ഹാവ് എ ഗുഡ് ഡേ. ഉച്ച ബൈ.